لا إله إلا الله لا إله إلا الله لا إله إلا الله ذکر امن ہے ذکر ہے فتح ذکر ہے فتح ذکر സംസ്ഥാനത്തുടനീളം മദ്രസ പ്രവേശനോത്സവങ്ങൾ നടന്നുവരികയാണ്. വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളും രാജ്യത്തിന്റെ നവനിർമ്മിതികളിൽ പങ്കാളിയാകേണ്ടവരുമാണെന്ന് ഇമാം നവവി ചെയർമാൻ ഇബ്രാഹിം സഖാഫി നച്ചിമ അഭിപ്രായപ്പെട്ടു. എടത്തല കോമ്പാറയിൽ പ്രവർത്തിക്കുന്ന ഇമാം നവവി അക്കാദമിയിൽ മദ്രസത്തുൽ ഖാദിസിയുടെ പ്രവേശനോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത കേരള മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അംഗം കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബിലാൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ഹമീദ് സഖാഫി, എയർപോർട്ട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം മിർസാദ് സഖാഫി, അധ്യാപകരായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അലി മുസ്ലിയാർ, അഫ്സൽ അസ്ഹരി, മുഹമ്മദ് മർസൂഖി, ഷറഫുദ്ദീൻ സാദി തുടങ്ങിയവരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സംബന്ധിച്ചു. തുടർന്ന് പ്രവേശനോത്സവ റാലിയും നടത്തി. റാലിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 1ാം റാങ്ക് ഉൾപ്പെടെ നിരവധി റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വനിതാ അധ്യാപകരുടെ നേതൃത്വത്തിൽ ജീവിതത്തിൽ പാലിക്കേണ്ട ഇസ്ലാമിക നിയമങ്ങളും മറ്റും പഠിപ്പിക്കുന്നുണ്ടെന്നും അതിനായി പ്രത്യേക പരിശീലനം നടത്തുന്നുണ്ടെന്നും ചെയർമാൻ ഇബ്രാഹിം സഖാഫി ചാനലിനോട് പറഞ്ഞു. ലോകത്തിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജീവിത അവസാനം വരെ മുന്നിവെച്ച ഒരു മഹാനാണ് ഇമാം മുഹയ്യിദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു. ഏതാണ്ട് 45 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. 45 വയസ്സ്. ഈ കാലഘട്ടത്തിനിടയിൽ ഏതാണ്ട് 300-ൽ പരം വലിയ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതുകയും ചെയ്തു. ഈ മനുഷ്യന്റെ ജീവിതകാലം 45 വയസ്സാണ്. മഹാനായ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്, അദ്ദേഹം മിൻഹാജി എന്ന് പറയുന്ന കിതാബ് ലഘൂകരിച്ച് അതിലുള്ള കടുകട്ടിയുള്ള പദങ്ങൾ സാധാരണ ആളുകൾക്ക് വരെ മനസ്സിലാകുന്ന നിലക്ക് ലഘൂകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് മിൻഹാജ്. അവരുടെ ശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി ഞാനൊരു പാട്ട് പ്രസംഗിച്ചു. അപ്പോൾ എല്ലാവരും കൂടി പ്രസംഗം കേട്ടു, ശ്രദ്ധിച്ചു പോയി. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഈ നവവി അതിൻ്റെ കേൾക്കുന്നതുപോലെ വളരെ അത്ഭുതകരമായ കറാമത്തിന് ഉടമയാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി ഇസ്ലാമിക് അക്കാദമിയിലെ മദ്രസത്തുൽ ഖാദിസിയയുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം ഇന്ന് ഇവിടെ നടക്കുകയാണ്. ഈ പ്രവേശനോത്സവത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും സംഘടനകളുടെയും നേതാക്കൾ നേതൃത്വം നൽകും. ഏകദേശം 10 വർഷത്തിലധികമായി ഹൈസ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വനിതാധ്യാപികമാരുടെ നേതൃത്വത്തിൽ 1000-ലധികം വരുന്ന വിദ്യാർത്ഥിനികൾക്ക് മതവിഷയങ്ങൾ പ്രാക്ടിക്കലായി നൽകാനും ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ 300ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി വിദ്യാർത്ഥികൾക്ക് കാലോചിതമായ രൂപത്തിൽ മതവിഷയങ്ങൾ പ്രാക്ടിക്കലായി നൽകുന്നതുകൊണ്ട് ധാരാളം വിദ്യാർത്ഥികൾ പല പ്രദേശത്തു നിന്നായി ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠനം നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ദൈനംദിന കാര്യങ്ങളിലും ബന്ധപ്പെടുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അള്ളാഹു മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ഇത്തരമൊരു കോഴ്സ് ഓൾ ഡേ മദ്രസ സംവിധാനം ഇവിടെ വരാൻ അല്ലെങ്കിൽ അതിനെന്താ ഒരു പ്രചോദനം? അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു ചിന്ത നമുക്ക് വരാനുള്ള കാരണം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മദ്രസ വിദ്യാഭ്യാസം 5ാം ക്ലാസ്സോടുകൂടി പെൺകുട്ടികളുടെ അവസാനിക്കുകയാണ്. പെൺകുട്ടികൾ ചിലർ വരും, ഭൂരിഭാഗം വിദ്യാർത്ഥികൾ വരാത്തൊരു ഘട്ടം വന്നപ്പോൾ അവർക്ക് കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സമയത്ത്
അവർക്ക് വനിതാ അധ്യാപികമാരുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥി നിത്യജീവിതത്തിൽ അറിയേണ്ട മുഴുവൻ വിഷയങ്ങളും പ്രാക്ടിക്കലായി നൽകുന്നത് കൊണ്ട് അവരുടെ ജീവിതാവസാനം വരെ ആ വിഷയങ്ങൾ അവർക്ക് ജീവിതത്തിലേർത്താൻ കഴിയും എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ആ സ്ഥാപനം അത്തരം ഒരു സ്ഥാപനം ഞങ്ങൾ ആരംഭിച്ചത്. അൽഹംദുലില്ലാ ഇന്ന് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 1000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് അവർക്ക് ആവശ്യമായ കാലോചിതമായ മതപഠനങ്ങൾ അവർക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഞങ്ങളത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. لا إله إلا الله لا إله إلا الله لا إله إلا الله ذكر अमन है ذكर है फतह ذكर शिफ ദീനീയ കാര്യങ്ങൾ നല്ല രൂപത്തിൽ അവർക്ക് വേണ്ട പ്രത്യേക സിലബസ് പ്രകാരം നമ്മൾ ക്ലാസ്സുകളൊക്കെ നൽകി അൽഹംദുലില്ലാ ഇന്നും അവരുടെ ജീവിതത്തിൽ ആ ദീനീയ ചിട്ടയോടുകൂടി ജീവിക്കാൻ നമ്മുടെ സ്ഥാപനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ നേട്ടം ആണ്. അറിവുണ്ടെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അറിവുള്ളത് ഇബിലീസാണ്. അവൻ നരകത്തിലാണല്ലോ. അതുകൊണ്ട് ആ അറിവിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ പാകപ്പെടുത്തിയെടുക്കാൻ അതിന്റെ ആ ഒരു രുചി എനിക്ക് മനസ്സിലായപ്പോൾ അതേ കണക്കിലൊരു ഹോളിഡേ മദ്രസയിൽ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.